ഞാൻ 3 മണിക്ക് വാതിൽ തുറന്ന് 3 മണിക്ക് ഓനെ പോയി വിളിക്കുന്നത്, ബിജു വിളിക്കുന്നത് മിണ്ടുന്നില്ല. ലോക്ക് തുറന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ചോരയെ കൊണ്ട് കുളിച്ചിട്ടാണ് കിടക്കുന്നത്. ഞാൻ 2 കൈയും പൊന്തിച്ച് നോക്കി, ഓനെ തല പൊന്തിച്ച് നോക്കുമ്പോൾ മിണ്ടുന്നില്ല. ഇവന് പിന്നിൽ ഇനിയും ആൾക്കാരുണ്ട്. ഇവന്റെ അത്ര പ്രായക്കാരുള്ള ചെക്കന്മാരുണ്ട്. എന്തായാലും ഇവൻ ഒരാൾ ഇതിൽ പോയാൽ ഇവന് ഭ്രാന്ത് നിങ്ങൾ തള്ളിക്കളിക്കൂ. ഒന്നിനും അവന് ഭ്രാന്തില്ല. അവൻ്റെ ഏട്ടൻ തന്നെ അവനെ പേടിച്ചിട്ടാണ് വീട്ടിൽ നടക്കുന്നത്. അറിയോ? ഇപ്പം എൻ്റെ ഏട്ടൻ ഇങ്ങനെ സംഭവം വന്ന് ഇത്രയും കാര്യങ്ങൾ പുറത്ത് വന്ന് എൻ്റെ ഏട്ടൻ അല്ലെങ്കിൽ വേറെ ഒരു ആളെ കൊല്ലുന്നുള്ളതിൽ 100-110% ഉറപ്പായിരുന്നു. പാളയം മാർക്കറ്റിന്റെ അകത്തുള്ള ഒരു വീട്ടിൽ ഇത്തരമൊരു സംഭവം, ഒരു കൊലപാതകം ഇയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ കാരണം പാളയം പച്ചക്കറി മാർക്കറ്റിന്റെ അകത്തുള്ള വീടുകളുടെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ്? അടുത്തടുത്തടുത്ത് വീടുകളാണ്. ഒരു വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഒരാൾ ചുമച്ചാൽ പോലും തൊട്ടപ്പുറത്ത് വീട്ടുകാരൻ കേൾക്കും. അങ്ങനെയാണ് അവിടെ വീടിന്റെ ഒരു രീതിയുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഒരാളെ കൊല്ലുക, എന്നിട്ട് അയൽപക്കത്തുള്ള ആരും അറിഞ്ഞില്ലാമോ? ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് ബിജുവിന്റെ സംസ്കാര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ സ്വാഭാവികമായിട്ടും ഒരു കൊലപാതകമായതുകൊണ്ട് പോലീസ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ പോലീസ് ശ്രദ്ധിക്കുന്നതിനിടയിലാണ് ഒരു ചെറുക്കൻ ആ വീട്ടിലെ അവിടെ ആ പരിസരത്ത് മരണ വീടിന്റെ പരിസരത്തിനിട്ട് ഭയങ്കര കരച്ചിലായി. എന്നാലും എന്റെ അമ്മാവൻ ഇങ്ങനെ വന്നല്ലോ, എന്റെ അമ്മാവൻ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. പക്ഷെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതല്ല. ഈ ബന്ധു എന്ന് പറയപ്പെടുന്ന ആളുടെ കയ്യിൽ ഒരു മുറിവെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള മുറിവല്ലത്, അത് പുതുതായി സംഭവിച്ചിട്ടുള്ള മുറിവാണ്. സ്വാഭാവികമായിട്ടും ആളുകളെ മോണിറ്റൈസ് ചെയ്യുകയായിരുന്ന പോലീസ് സ്വാഭാവികമായിട്ടും ഈ കരയുന്ന ഈ ചെറുക്കനെ പോലീസുകാരെ നോട്ട് ചെയ്തു. കോഴിക്കോട് പാളയത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചോരയിൽ കുളിച്ച നിലയിലാണ് മൃതദേഹം. പുതിയ കോവിലകം പറമ്പ് സ്വദേശി ബിജു ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പാളയം മാർക്കറ്റിന്റെ അകത്തുള്ള പുതിയ കോവിലകം പറമ്പ് നഗറിലെ ബിജു എന്ന 38-കാരൻ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച നിലയിൽ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് അമ്മയാണ്, അദ്ദേഹത്തിന്റെ അമ്മ. അതായത് ബിജു എന്ന ആള് ഒരു ക്ഷീരകർഷകനാണ്. അദ്ദേഹം പുലർച്ചെ എണീറ്റ് ഈ പറയുന്ന പശുക്കളൊക്കെ പരിപാലിക്കുന്ന അത്തരം ഒരു ജോലി ചെയ്യുന്ന ആളാണ് ബിജു എന്ന് പറയുന്നത്. അതായത് ഈ കൊല്ലപ്പെട്ട വ്യക്തി. കൊല്ലപ്പെട്ട അന്നേ ദിവസം ഈ കാര്യങ്ങളൊന്നും അറിയാത്ത തൊട്ടടുത്ത വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന അമ്മ ബിജുവിനെ തേടി ബിജുവിന്റെ വീട്ടിലെത്തിയപ്പോൾ വാതില് പുറത്ത് നിന്ന് പൂട്ടിയിട്ടതായിട്ടാണ് കണ്ടത്. അപ്പൊ സംശയം തോന്നിയ അമ്മ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് വളരെ ദാരുണമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ചോരയിൽ മുങ്ങി കുളിച്ചു കിടക്കുകയായിരുന്നു ബിജു. ഒരമ്മ സ്വന്തം മകൻ ഇത്തരം ഒരു രീതിയിലൊക്കെ കിടക്കുന്ന രംഗം ആലോചിച്ചാൽ വലിയ കഷ്ണം തന്നെയാണ്. എന്തായാലും മാരകമായിട്ടുള്ള പരിക്കുകൾ ബിജുവിനുണ്ടായിരുന്നു. ഏകദേശം 45ഓളം മുറിവുകൾ ബിജുവിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ 18ഓളം മുറിവുകൾ ബിജുവിന്റെ കഴുത്തിലായിരുന്നു. എന്തായാലും ഈ സംഭവത്തെ കുറിച്ച് ബിജുവിന്റെ അമ്മ കാര്യമായിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി കേൾക്കാം. സംഭവിച്ച 10:30 മണിക്ക് ഞാനും അവനും ഭക്ഷണം കഴിച്ച്. ഭർത്താവ് ഇവിടെ ഇല്ല, ഹസ്ബൻഡ് കോയമ്പത്തൂർ പോയതാണ്. നല്ല വൈകുന്നേരം ഹസ്ബൻഡിന് സുഖമില്ല, ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഇപ്പോൾ ഡോക്ടറൊക്കെ കണ്ട് മരുന്ന് കഴിക്കുക. അപ്പം ഒരു പോലീസുകാരന് വേണ്ടി 3 പശുവിന് വേണ്ടി പോയത്. അത് ഇവനെ പറഞ്ഞേക്കല്ല, അപ്പം പോയാൽ ശരിയാവില്ല. അപ്പം മൂപ്പരന്നെ ഇവിടെ നിന്ന് പോയതാണ്. മൂപ്പര് കുറേ ആയി എവിടെയും പോവാതെ ഇവിടെ തന്നെയാണ് മരുന്ന്. പശുവിൻ്റെ പണിയൊക്കെ മൂപ്പര എടുക്കല്. ഞാനും മൂപ്പരും കൂടി അവനെ പാല് കൊണ്ടുപോകാൻ മാത്രമേ വിളിക്കല്ലോ. 5:30 മണിക്ക് സൊസൈറ്റിയിലാണ് പാല്, അപ്പോൾ മാത്രമേ അവനെ വിളിക്കലുള്ളൂ. അപ്പോൾ ഇന്നലെ മൂപ്പരില്ലാത്തതുകൊണ്ട് ഇവനെല്ലാം ഏൽപ്പിച്ച് 4 മണിക്ക് എണീച്ച് പശുവിനെ കറന്ന് വെള്ളം കൊടുത്ത് പാല് നീ കൊണ്ടുപോകണം, അമ്മ ഉറങ്ങി പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 10:30 മണിക്ക് ഞാനും ഇവന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്. ഇവൻ പറഞ്ഞു അമ്മ ഭക്ഷണം കഴിക്കും, ചൂടോടെ തിന്നാ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ്. പിന്നെ അപ്പോൾ ഞാനും അവന് ഓരോ വർത്താനം ഇങ്ങനെ അച്ഛൻ പോയ കാര്യമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒരു കുപ്പി വെള്ളമായിട്ട് പോയി, ഒരു നീല ബോട്ടലിൽ വെള്ളമായിട്ട് പോയി കുടിക്കാൻ വേണ്ടി. രാവിലെ അമ്മ ചെന്ന് നോക്കുമ്പോഴാണ് ഒരു 3 മണിക്ക് ഇവനെ വിളിക്കാൻ പോയി. അടുത്ത വീട്ടിൽ അവരെ മൊബൈലിൽ അലാരം വെച്ചിരുന്നു. ഓരാണ് ഞങ്ങളെ വിളിക്കൽ, അച്ഛല്ലെങ്കിൽ. അപ്പോൾ ഓര് ഉറങ്ങിപ്പോയി. പക്ഷേ 3 മണിക്ക് എനിക്ക് ഉറക്കം നെട്ടി. ഞാൻ ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ മണി 3. ഞാൻ ലൈറ്റ് ഇട്ട് വെച്ചിരുന്നു അകത്താ കിടന്ന്, ലോക്ക് ഇട്ടിട്ട് ഫാനും ഇട്ടിട്ട് ഞാൻ അകത്താ കിടന്നത്. അപ്പോൾ ഞാൻ രാത്രി പറഞ്ഞു ഇവിടെ കിടക്കും മോനെ, ഞാൻ അറിയില്ല ഉറങ്ങിപ്പോയാലെന്ന്. വലിയ അമ്മ എന്നെ വിളിച്ചാൽ മതി 4 മണിക്കെന്ന് പറഞ്ഞ്. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഞാൻ 3 മണിക്ക് വാതിൽ തുറന്ന് 3 മണിക്ക് ഓനെ പോയി വിളിക്കുന്നത്, ബിജു വിളിക്കുന്നത് മിണ്ടുന്നില്ല. മിണ്ടാതെ ആയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് താഴത്തേക്ക് നോക്കിയത്. അപ്പോൾ പുറത്തുനിന്ന് ലോക്ക് ഇട്ടിരിക്കണം. അപ്പോൾ എൻ്റെ വിചാരം എന്നെ വിളിക്കാതെ ഒറ്റയ്ക്ക് പോയി അതൊക്കെ ചെയ്തെന്നാ. നോക്കുമ്പോൾ അവിടെയൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ ലോക്ക് തുറന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഫാൻ ഇട്ട് കിടക്കുന്നവനാണ്. എന്നാലും ഫാനൊക്കെ ഓഫാണ്, ലൈറ്റ് ഓഫാകാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഓനിതാ ഇങ്ങനെ കാല് നിലത്ത് തൂക്കി, ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നവനാണ്. ഇന്നലെ കാല് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കൈ രണ്ടും ഇങ്ങനെ ആയിട്ടാണ് കിടക്കുന്നത്. നോക്കുമ്പോൾ ചോരയെ കൊണ്ട് കുളിച്ചിട്ടാണ് കിടക്കുന്നത്. ഞാൻ 2 കൈയും പൊന്തിച്ച് നോക്കി, ഓനെ തല പൊന്തിച്ച് നോക്കുമ്പോൾ മിണ്ടുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നമില്ല മോളെ, ഒരു പ്രശ്നം. ഞങ്ങളെ വീട്ടിലൊരു പ്രശ്നമില്ല. ഓനെ ഞങ്ങളൊന്നും പറയില്ല. അവൻ അങ്ങനെ ഞങ്ങൾ നോക്കുന്ന, ആര് ചീത്ത പറഞ്ഞാലും ഞങ്ങൾ അവനെ ഒന്നും പറയില്ല.
എന്നിട്ട് ഓനെ നെഞ്ഞൊക്കെ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ കൈയൊക്കെ ഐസായിപ്പോയി. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ വന്ന് മുരളിയേട്ടനെ വിളിച്ച്, മുരളി ബിജു മിണ്ടുന്നില്ല, ചോരയെ കുളിച്ച് കിടക്കണേ, എന്താ അറിയില്ല, ഓൻ വീണ് പോയോന്നും അറിയില്ലാന്ന്. പിന്നെ നോക്കുമ്പോഴാണ് ഈ പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് സാധാരണ കിടക്കുമ്പോൾ ഉള്ളിൽ ലോക്കിട്ടാണ് കിടക്കുക. ഞാൻ പോയി 5:30 പാല് കൊണ്ടുപോകുമ്പോൾ വിളിക്കുമ്പോഴാണ് ഓൻ തുറന്ന് എണീക്കുക. ഇന്നലെ ഉള്ളിൽ നല്ല ലോക്ക്, പുറത്തുനിന്ന് ലോക്ക് ഇട്ടിട്ട് ലൈറ്റും ഫാനും ഓഫാക്കിയിട്ട് പോയിട്ട് ഓനെ കാണുന്ന കാഴ്ച. ആരെങ്കിലും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ, സംശയിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്താ ചോദിച്ചാൽ നല്ലതെന്ന് പുറത്തുനിന്ന് വിളിക്കുന്നത് കയറിയുണ്ടോന്നാണ് അവർ ചോദിക്കുന്നത്. അത് നമ്മൾ കാണൂലല്ലോ, നമ്മൾ ഇവിടെ ഓൻ അവിടെയല്ല. ആ ഭാഗത്തുനിന്ന് ആരും ഓൻ്റെ റൂമിൽ വരുന്നതെന്നൊന്നും നമ്മൾ കാണൂലല്ലോ മോളെ. എല്ലാവരും ഓനായിട്ട് എല്ലാ ഫ്രണ്ട്സുകളാണ്, എല്ലാവരുമായിട്ട് സംസാരിക്കുക, എല്ലാവരും ഒന്ന് ഇരുന്ന് വർത്താനം പറഞ്ഞ് പോവുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെയൊന്നും ഓൻ കുറേ കാലങ്ങളായി അവിടെ തന്നെ കിടക്കല്. ഇന്നലെ അവിടെ കിടക്കാനും പറഞ്ഞിട്ട് ഓൻ കിടന്നിട്ടില്ല. കിടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കൂലായിരുന്നു. എന്താ ചെയ്യാൻ മോളെ, നമ്മളറിയില്ല. പരിചയമില്ലാത്തവർ പോകുമ്പോൾ ഓൻ ചോദ്യം ചെയ്യും, നിങ്ങൾ എവിടെയാ, എന്തിനാ ഈ വൈക്ക് വന്നതെന്നൊക്കെ പരിചയമില്ല. ഇവിടെ തൂപ്പാനിപ്പോൾ പോലീസ് നടക്കുന്നുണ്ടല്ലോ, ഇന്നലെയും പോലീസ് വന്ന്, പോലീസുകാരെ കൂടെ ഒക്കെ വൈത്താലെ പോകും, സാറേ ഇവരൊക്കെ ആൾ വന്ന് മയക്കാണ് എന്നൊക്കെ, മോനെ നീ എന്തുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം എന്നൊക്കെ പോലീസ് ഇവനോട് പറഞ്ഞൊക്കെ കൊടുത്ത് ഫോൺ നമ്പറൊക്കെ കൊടുത്ത്. കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ അമ്മയാണ് ഇത് പറഞ്ഞത്. അവരാണ് ഈ മൃതദേഹം ആദ്യമായിട്ട് കണ്ടത്. വളരെ ഉദാഹരണമായിട്ട് സംഭവം. സ്വന്തം മകന്റെ മൃതദേഹം ഇത്തരത്തിലൊക്കെ ഒരു അമ്മ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ എന്റെ സംശയം അതല്ല, എനിക്കിതിൽ ചില സംശയങ്ങളുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് പാളയം മാർക്കറ്റിന്റെ അകത്താണ് ഇവരുടെ വീട്. ബിജുവിന്റെ വീട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് പാളയം മാർക്കറ്റിന്റെ അകത്താണ്. അവിടെ നമുക്കറിയാം, അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഓരോ വീടും അടുത്തടുത്തായിട്ട് വീടുകളാണ്. അതായത് ഒരു വീട്ടിൽ നിന്ന് സാമാന്യം ഒരാൾ ചുമച്ചാൽ പോലും അപ്പുറത്തെ വീട്ടിൽ കേൾക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ, അപ്പുറത്തുള്ള വീട്ടുകാരൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ, ഒരുപക്ഷെ കൊല്ലുന്ന സമയത്ത് വായൊക്കെ പൊത്തി പിടിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അയൽവാസികളൊന്നും അറിയാഞ്ഞത്. അങ്ങനെ പൊത്തി പിടിച്ചിട്ടില്ലെങ്കിൽ അവർ താമസിക്കുന്ന പാളയം മാർക്കറ്റിന്റെ അടുത്ത് തൊട്ടടുത്ത് വീടുകളുള്ള ആ ഒരു ഏരിയയിൽ ഇത്തരമൊരു സംഭവം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആ പ്രദേശത്തൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് എന്തായാലും അത് അറിയും. നമ്മളും ആ പ്രദേശവുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അടുത്തടുത്ത് വീടുകളുള്ള ആ ഏരിയയിൽ ഇത്തരമൊരു സംഭവം, ഒരു കൊലപാതകം, 45ഓളം കുത്തിയിട്ടിട്ട് ഒരാളെ കൊന്ന സംഭവം അടുത്തുള്ള വീട്ടുകാരൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടേ. കാരണം അവിടുത്തെ വീടിന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. ഒരുപക്ഷെ കൊലപാതകി ഇയാളെ സൗണ്ട് പുറത്തു വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് പാളയം മാർക്കറ്റിനകത്തുള്ള ഈ വീട്ടിൽ ബിജുവിന് സംഭവിച്ചിരിക്കുന്നത്. ബിജു എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനൊക്കെ ആയിരുന്നു, പരോപകാരിയായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവം ഉണ്ടായതിൽ വലിയ ദുഃഖമുണ്ട്. വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സംഗതി അമ്മ കണ്ടതിന് ശേഷം തൊട്ടടുത്ത വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ അറിയിച്ചതിന് ശേഷം, തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ അറിയിച്ചതിന് ശേഷം പോലീസിൽ അറിയിക്കുന്നു. പോലീസ് വരുന്നു. അതിനുശേഷം ബിജുവിന്റെ ബോഡി നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം, അതായത് പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് പോലുള്ള കാര്യങ്ങളല്ലോ, ഇതിനുശേഷം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് നടക്കണം. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് ബിജുവിന്റെ സംസ്കാര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ സ്വാഭാവികമായിട്ടും ഇതൊരു കൊലപാതകമായതുകൊണ്ട് പോലീസ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ പോലീസ് ശ്രദ്ധിക്കുന്നതിനിടയിലാണ് ഒരു ചെറുക്കൻ ആ വീട്ടിലെ അവിടെ ആ പരിസരത്ത്, മരണ വീടിന്റെ പരിസരത്തിനോട്ട് ഭയങ്കര കരച്ചിലായോ, എന്നാലും എന്റെ അമ്മാവൻ ഇങ്ങനെ വന്നല്ലോ, എന്റെ അമ്മാവൻ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. പോലീസ് സ്വാഭാവികമായിട്ടും വിചാരിച്ചു അദ്ദേഹത്തിന് ബന്ധു ആരെങ്കിലും ആയിരിക്കും. ശരിയാണ്, അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. പക്ഷെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതല്ല. ഈ ബന്ധു എന്ന് പറയപ്പെടുന്ന ആളുടെ കയ്യിൽ ഒരു മുറിവെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള മുറിവല്ല, അത് പുതുതായി സംഭവിച്ചിട്ടുള്ള മുറിവാണ്. സ്വാഭാവികമായിട്ടും ആളുകളെ മോണിറ്റേഴ്സ് ചെയ്യുകയായിരുന്ന പോലീസ് സ്വാഭാവികമായിട്ടും ഈ കരയുന്ന അമ്മാവൻ പോയേ, ഞങ്ങൾക്ക് ഇനി ആരുണ്ടേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഈ ചെറുക്കനെ പോലീസുകാരെ നോട്ട് ചെയ്തു. എന്തായാലും ബിജുവിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ ഈ ചെറുക്കനെ പിടിച്ച് ചോദ്യം ചെയ്തു. ഏതാണ് മുറിവ്, എങ്ങനെ പറ്റിയതാണ്, എപ്പോ പറ്റിയതാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനൊടുവിൽ ആ 22 വയസ്സുകാരനായ ആ പയ്യൻ എന്ന് പറയുന്നത് ബിജുവിന്റെ സഹോദരിയുടെ മകനാണ്. ആ പയ്യൻ പോലീസിന് മുന്നിൽ ഒരുപാട് പിടിച്ചു നിൽക്കാനൊന്നും അവന് സാധിച്ചില്ല. അവൻ സമ്മതിച്ചു, തന്റെ അമ്മാവനായ ഈ മരിച്ചു കിടക്കുന്ന, ഈ സംസ്കാര ചടങ്ങ് അവസാനിച്ച ബിജു എന്ന 38 വയസ്സുള്ള ആളെ കൊന്നത് അനന്തരവനായ 22 വയസ്സുകാരനായ മാങ്കാവ് സ്വദേശിയായ ഈ ചെറുക്കനാണ്. ഇവൻ എന്തുകൊണ്ടാണ് സ്വന്തം അമ്മാവനോട് ഇങ്ങനെ ചെയ്തതെന്ന് അറിയോ? എന്തായാലും അതിനുശേഷം പോലീസ് ഇവന്റെ വീട് റെയ്ഡ് ചെയ്യുന്നു. വീട് റെയ്ഡ് ചെയ്ത അവസരത്തിൽ ബിജുവിന്റെ വാഹനത്തിന്റെ കീയും ബിജുവിന്റെ മൊബൈൽ ഫോണും ഈ ചെറുക്കനെ വീട്ടിൽ നിന്ന് കണ്ടെത്തും. മാങ്കാവിലെ വീട്ടിൽ നിന്ന്. ദീപക് എന്നാണ് ചെക്കന്റെ പേര്. ഇവൻ ആകെ ഉള്ളത് 22 വയസ്സാണ്. ഇവനാണ് സ്വന്തം അമ്മാവനെ വളരെ ദാരുണമായി, മൃഗീയമായി കൊന്നു തള്ളിയത്. എന്തായാലും 24 മണിക്കൂറിനകം പ്രതിയെ പിടിച്ച പോലീസ് കോഴിക്കോട്ടെ കമ്മീഷണർ കൂടെയായ ഷൗക്കത്ത് അലി സാറിന്റെ കീഴിലുള്ള അന്വേഷണ സംഘമാണ് ഇവനെ കേവലം 24 മണിക്കൂറിനകം പൊക്കിയത്.
എന്തായാലും അവനെ പൊക്കി സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന ചില രംഗങ്ങളുണ്ട്, നമുക്ക് അതുകൂടി നോക്കാം. ലഹരി മാഫിയയുടെ ബന്ധം ആരോപിക്കപ്പെട്ട കൊലപാതകത്തിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. പാളയം പുതിയ കോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ 45ലേറെ മുറിവുകളേൽപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത് ബന്ധുവായ 21കാരൻ ദീപകാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ദീപക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നുവെന്നും അയൽക്കാരും ബന്ധുക്കളുമായി നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെന്നും ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി പറഞ്ഞു. പ്രത്യേക വയലൻസിന്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. വയലൻസ് ഉണ്ടായിട്ട് ചില കുടുംബാംഗങ്ങളോടും അയൽവാസികളോടും മറ്റുള്ളവരോടൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഇയാളെ മാനസിക ചികിത്സയ്ക്ക് കൊണ്ടുപോയാൻ ബിജുവിന്റെ സഹായം ഉണ്ടായിരുന്നു. അതിൽ ബിജു അക്കാര്യത്തിൽ മുൻകൈയെടുത്തു എന്നതൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം ബിജുവിന്റെ സംസ്കാര ചടങ്ങിലും പ്രതി പങ്കെടുത്തിരുന്നു. സ്വന്തമായി വാഹനമില്ലാത്ത പ്രതി അച്ഛന്റെ വാഹനം ഉപയോഗിച്ചാണ് സ്ഥലത്തെത്തി കൊലപാതകം നടത്തിയത്. പ്രതിയുടെ വീട്ടിൽ നിന്നും കൊല്ലപ്പെട്ട ബിജുവിന്റെ മൊബൈൽ ഫോണും ബിജുവിന്റെ സ്കൂട്ടറിന്റെ താക്കോലും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രതി ഉണ്ടല്ലോ, ദീപക് എന്ന് പറയുന്ന 22 വയസ്സുകാരന് സ്വന്തം അമ്മാവനോട് ഇത്ര വൈരാഗ്യം തോന്നാൻ കാരണം എന്താ അറിയോ? ഈ ദീപക് എന്ന പയ്യൻ കടുത്ത ലഹരിക്കടിമയാണ്. ലഹരിക്കടിമ ആയതുകൊണ്ട് തന്നെ ഈ ചെക്കൻ നാട്ടിലും വീട്ടിലൊക്കെ ഒരു പൊതുശല്യാണ്. പൊതുശല്യം എന്ന് പറഞ്ഞാൽ വലിയ ശല്യാണ്. നാട്ടുകാരെ തെറി പറയുന്നു, വീടിന്റെ അടുത്ത് കൂടെ നടന്നു പോകുന്ന ആളുകളെ കല്ലെടുത്തെറിയുന്നു. സ്വന്തം വീട്ടിൽ തന്നെയും നിരന്തരം പ്രശ്നക്കാരനാണ് ഈ ചെക്കൻ. അങ്ങനെ എന്ത് ചെയ്തു? ഒരു അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് ബിജു ഈ ചെക്കനെ പിടിച്ചിട്ട് ലഹരി മുക്ത കേന്ദ്രം ഉണ്ടല്ലോ, ഡി അഡിക്ഷൻ സെന്റർ, അവിടെ ആക്കി. നമുക്കറിയാം ഇത്തരം അഡിക്ഷനൊക്കെ സംഭവിച്ച ആളുകൾക്ക് ഇത്തരം ഇത്തരം ഡി അഡിക്ഷൻ സെന്ററിലേക്കൊക്കെ പോകുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും വളരെയധികം നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് ബിജു ആണ് ഈ ചെക്കനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയത്, കോഴിക്കോട്. എന്തായാലും കുറച്ചു കാലത്തെ ചികിത്സയ്ക്ക് ശേഷം ഈ ചെക്കൻ മാങ്കാവിലെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷെ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പുറത്തു വന്നതോടുകൂടി ഇവന്റെ ഉള്ളിൽ ഈ ഒരു സാധനം കിടക്കില്ലേ, ലഹരി ഉപയോഗിക്കണം എന്നുള്ള ഒരു പ്രശ്നം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇയാൾ ലഹരി ഉപയോഗിക്കുന്നില്ല, കാരണം ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു. അതുകൊണ്ട് കടുത്ത വൈരാഗ്യം ഉണ്ടായി സ്വന്തം അമ്മാവനോട്. വൈരാഗ്യം ഉണ്ടായപ്പോ എന്ത് ചെയ്ത്? സ്വന്തം അപ്പന്റെ, അതായത് ഈ ദീപക് എന്ന് പറയുന്നവന്റെ അപ്പന്റെ വണ്ടി എടുത്തിട്ട് അവൻ മാങ്കാവ് വന്ന് പാളയം വരെ എത്തിയിട്ട് ബിജുവിന്റെ രാത്രി വീട്ടിൽ കടന്നുറങ്ങിയെന്ന് ബിജു. അങ്ങനെ ബിജുവിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറിയിട്ട് അമ്മാവനെ വളരെ ക്രൂരമായിട്ട് കഴുത്തിനടക്കം കുത്തി ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊല്ലുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ബിജു അന്നേ ദിവസം അല്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. ഒന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്, പക്ഷെ അങ്ങനെ പറയുന്ന കേൾക്കുന്നത്. അതുകൊണ്ടാണ് ബിജുവിനെ പ്രതിരോധിക്കാൻ സാധിക്കാഞ്ഞത് എന്നും പറയുന്നുണ്ട്. അതൊരു പക്ഷെ ശരിയാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു 22 വയസ്സുള്ള പയ്യനെ പ്രതിരോധിക്കാൻ മാത്രം അവശനല്ല ബിജു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്. അത്തരം ഒരാൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം പ്രതിരോധിക്കാൻ തക്ക പാകത്തിലല്ലായിരുന്നു അന്നേ ദിവസം എന്നാണ്. എന്തായാലും ഈ വീട്ടിൽ കയറിയിട്ട് സ്വന്തം അമ്മാവനെ ഈ ചെക്കൻ കുത്തിക്കൊന്നിട്ട് ഈ ചെക്കൻ കൊല്ലപ്പെട്ട ബിജുവിന്റെ വാഹനത്തിന്റെ കീ എടുത്തിട്ട് അയാളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇവൻ മാങ്കാവിലെ അവന്റെ സ്വന്തം വീട്ടിലേക്ക് മുങ്ങി. അവന്റെ അപ്പന്റെ വണ്ടിമേൽ. ഒരു പക്ഷേ മൊബൈലൊക്കെ എടുത്തത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അതൊക്കെ മറച്ചു വെച്ചിട്ട് ലഹരി വാങ്ങിക്കാനായിരിക്കാം. അല്ലാതെ പിന്നെ എന്തിനാ മൊബൈലൊക്കെ എടുക്കുന്നത്? എന്തേലോട്ടെ. എന്തായാലും പിറ്റേ ദിവസം അമ്മ ഈ സീനൊക്കെ കണ്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അതായത് മകൾക്ക് വിളിച്ചു പറഞ്ഞു. മകളുടെ മകനാണ് ഈ ചെക്കൻ കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വരുന്നു, സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. ബിജുവിന്റെ മൃതദേഹത്തിന് അലികിരുന്ന് ഇവ നെഞ്ചത്തടച്ച് കരയുന്നു. അയ്യോ എന്റെ അമ്മാവൻ പോയല്ലോ, എന്നാലും എന്റെ അമ്മാവൻ ഈ ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ നെഞ്ചത്തടച്ച് കരയാണ്. അന്നേ ദിവസം പുലർച്ചെ ദാരുണമായി സ്വന്തം അമ്മാവനെ കൊന്നിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം അമ്മാവന്റെ വീട്ടിൽ വന്ന് എന്നാലും അമ്മാവൻ നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് കരയുന്നേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുടെ ഓരോ അവസ്ഥ. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാണ്. അവന് മാനസിക വിഭ്രാന്തി ഒന്നും അല്ല എന്നാണ് അവന്റെ വീട്ടുകാരനെ പറയുന്നത്. അവന്റെ അമ്മനെ പറയുന്നത് എന്താ? അവന് മാനസിക വിഭ്രാന്തി ഒന്നും അല്ല എന്നാണ്. അവന് ലഹരി കിട്ടാത്ത പ്രശ്നമാണ്, മാനസിക വിഭ്രാന്തി ഒന്നുമല്ല. മാനസിക വിഭ്രാന്തി എന്ന പേരിലായിരിക്കാം ഒരു പക്ഷേ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയത്. പോലീസുകാർക്ക് ആ റിപ്പോർട്ടാണല്ലോ കിട്ടുള്ളൂ. അപ്പൊ അവരത് പറയുന്നു. പക്ഷെ വീട്ടുകാർക്കാണ് ഇതിന് യാഥാർത്ഥ്യമുള്ളൂ. ഇവന് ഒരു പ്രശ്നമില്ല, മാനസികമായിട്ട് ഇവന് ഒരു കുഴപ്പമില്ല. ഇവന്റെ പ്രശ്നം ലഹരി കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ദീപകിന്റെ അമ്മനെ പറയുന്നുണ്ട് അവനെ കുറിച്ച്. നമുക്ക് അതുകൂടി കേൾക്കാം.
ഇവന് പിന്നിൽ ഇനിയും ആൾക്കാരുണ്ട്. ഇവൻ്റെ അത്ര പ്രായക്കാരുള്ള ചെക്കന്മാരുണ്ട് എന്തായാലും. ഇവൻ ഒരാൾ ഇതിൽ പോയാൽ ഇവന് ഭ്രാന്ത് നിങ്ങൾ തള്ളിക്കളിയേക്കൂ. ഒന്നിനും അവന് ഭ്രാന്തില്ല. അവൻ്റെ ഏട്ടൻ തന്നെ അവനെ പേടിച്ചിട്ടാണ് വീട്ടിൽ നടക്കുന്നത്. അറിയോ, ഇപ്പം എൻ്റെ ഏട്ടൻ ഇങ്ങനെ സംഭവം വന്ന് ഇത്രയും കാര്യങ്ങൾ പുറത്ത് വന്ന് എൻ്റെ ഏട്ടനല്ലെങ്കിൽ വേറൊരു ആളെ കൊല്ലുന്നുള്ളതിൽ 100-110% ഉറപ്പായിരുന്നു. കൊലപാതകം ചെയ്ത ദീപകിന്റെ അമ്മ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഒരാളെ കൊല്ലുന്നു. കാരണം എന്താ, അത്രക്ക് ലഹരിക്കടിമയാണ് അവൻ. അപ്പൊ അവരങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. ഈ ദീപകിന്റെ ജ്യേഷ്ഠൻ പോലും അവനെ ഭയന്നിട്ടാണ് സ്വന്തം വീട്ടിൽ കഴിയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, എത്ര ഭയാനകരമാണ് അത്തരം ഒരു സാഹചര്യം. നിങ്ങളൊന്ന് ആലോചിക്കേ, ഒരു വീട്ടിൽ മനസമാധാനത്തോടെ കഴിയാൻ പറ്റുന്നില്ല, ഏത് സമയം കൊല്ലപ്പെടുമെന്നൊക്കെ പറയുന്ന സാഹചര്യം എത്ര ഭയാനകരമായിരിക്കും. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, എന്ത്, ഇത് ഇവൻ ഒറ്റയ്ക്ക് ചെയ്യില്ല. ആ കാര്യത്തിൽ എനിക്കും നല്ല സംശയമുണ്ട്. പാളയ മാർക്കറ്റിന്റെ അകത്തുള്ള ഒരു വീട്ടിൽ ഇത്തരം ഒരു സംഭവം, ഒരു കൊലപാതകം ഇയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ കാരണം പാളയം പച്ചക്കറി മാർക്കറ്റിന്റെ അകത്തുള്ള വീടുകളുടെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ്, അടുത്തടുത്തടുത്ത് വീടുകളാണ്. ഒരു വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഒരാൾ ചുമച്ചാൽ പോലും തൊട്ടപ്പുറത്ത് വീട്ടുകാരൻ കേൾക്കും. അങ്ങനെയാണ് അവിടെ വീടിന്റെ ഒരു രീതിയുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഒരാളെ കൊല്ലുകയെ, എന്നിട്ട് അയൽപക്കത്തുള്ള ആരും അറിഞ്ഞില്ലാമോ? വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഒരു പക്ഷെ അയൽപക്കക്കാരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ കൊന്നത് ഈ ചെക്കൻ ഒറ്റക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവന്റെ കൂടെ ആൾ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. കൊലപാതകം നടത്തി കേവലം മണിക്കൂറുകൾക്കകം ഇവനെ പൂട്ടിയ പോലീസിന് അത് കണ്ടെത്താനും ഒരു പണിയുണ്ടാവില്ല. ദിവസങ്ങൾക്കുള്ളിൽ അങ്ങനെ ഒരു സംഘം ഉണ്ടെങ്കിൽ അവരും അകത്താവുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും നമ്മുടെ നാട്ടിലെ സാഹചര്യമൊക്കെ വളരെയധികം മോശമായിട്ട് വരികയാണ്. എല്ലാവരും, ആണും പെണ്ണും എല്ലാവരും കടുത്ത ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്ത് ചെയ്യാൻ പറ്റുന്നേ, അച്ഛനും അമ്മനെയും കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി തിരിച്ചാല്. എന്നാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും മികച്ച തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.